ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് നേരെ കണ്ണൂരേക്ക് പോകുന്നത്. വെച്ചാൽ വേറൊന്നുമല്ല, നമ്മളെ ഫിഫ്റ്റിന് കൂളിയും പൊട്ടിക്കുന്ന കുറേ ആയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്താ പറയുക, കൂളിയും പൊട്ടിക്കാൻ വിചാരിച്ച് അപ്പോൾ നേരെ കണ്ണൂരേക്ക് പോകുന്നത്. നമ്മൾ പൊട്ടിക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ കാണിച്ചിടാം. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ മേലെ ഷോപ്പ് എത്തി. ഷോപ്പ് വന്നിട്ട് നമ്മളെ താണക്ക് ധനലക്ഷ്മിയുടെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങനെ ധനലക്ഷ്മിയുടെ അടുത്ത് എത്തിയിരിക്കുന്നു. ധനലക്ഷ്മി ഹോസ്പിറ്റൽ ഇതിനടുത്ത് തന്നെ ഉണ്ടാവും നമ്മുടെ സ്റ്റിക്കറിൻ്റെ ഷോപ്പ്. നമ്മൾ നമ്മുടെ ഇക്കോയും അതുപോലെ തന്നെ പേരൊട്ടിച്ചതും കൂളിംഗ് പൊട്ടിച്ചതെല്ലാം നടന്നത്. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് തന്നെ വന്നത്. പിന്നെ എന്താ പറയുക, എന്തെങ്കിലും പർച്ചേസിങ് കാര്യങ്ങൾ എന്തെങ്കിലും ഇരുന്ന് ചെയ്യാലോ എന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങി കണ്ണൂരേക്ക് ഇറങ്ങി. ഇന്ന് ഉത്രാടമാണ്, നല്ല തിരക്കും ഉണ്ടാവും. അതല്ലേ ഇത് നെബിദിനാന്നുള്ള കാര്യം ഞാനും അങ്ങ് മറന്നുപോയി. നോക്കുമ്പോൾ ഷോപ്പ് ഇവിടെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ പുള്ളി ചിലപ്പോൾ വരും. നമുക്ക് അത്രയും കമ്പനിയുള്ള ഒരാളാണ്. അപ്പോൾ ചിലപ്പം പുള്ളി വന്നിട്ട് ചെയ്തിരുന്നു പറഞ്ഞിട്ടുണ്ട്. നോക്കാം. അങ്ങനെ സ്റ്റിക്കർ ഷോപ്പ് വീണ്ടും തുറപ്പിച്ച്. അപ്പോൾ പുള്ളി അവിടെ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാകുമ്പോൾ പോകാൻ വിചാരിച്ചു. സ്റ്റിക്കറല്ല, ലൈക്ക് എന്താ പറയുക, കോഡിങ്. നമ്മള് കുറെ കാലത്തിലുള്ള ഒരു ആഗ്രഹം എല്ലാം. ഇപ്പൊ അലോയിലാണെങ്കിലും അതേപോലെ തന്നെ പിന്നെ എന്താ പറയാ, കൂളിംഗ് ആണെങ്കിലും വണ്ടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും കുറെ കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സാധനം കേട്ടോ. അപ്പം അത് സെറ്റ് ചെയ്യാം, അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കാം. ഇപ്പൊ താഴ്ചയൊക്കെ ഉള്ളത് വേറെ ഒന്ന് രണ്ട് ആവശ്യത്തിന് വന്നയാ. ഇവിടുത്തെ നേരെ സ്റ്റിക്കർ ഓടിച്ചേ കൂളിംഗ് ഓടിക്കാൻ പോവാ. ഞങ്ങൾ ജസ്റ്റ് താടിലൊന്ന് സെറ്റ് ആക്കിയിട്ടാ. ഓക്കെ, അങ്ങോട്ടേക്ക് പോവാം. നമ്മളങ്ങനെ സ്റ്റിക്കർ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് തുറന്നു തന്നിട്ടാ. ഇന്ന് അവർക്ക് നബിദിനത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു, അതെല്ലാം ഒഴിവാക്കിയിട്ടാണ് ഒന്ന് സെറ്റ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മളിങ്ങനെ ഓരോ വെച്ച് നോക്കാം നോക്കാം. 20 അടിക്കണോ 5 അടിക്കണോ ഇതിലാണല്ലേ വേണ്ട. അത് ഭയങ്കര ഉള്ളിലേക്ക് നല്ല ഇതുണ്ട്. 5 വേണോ 20 വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലല്ലേ. നോക്കട്ടെ. അറാബിക് അല്ല, നോർമൽ 2K നല്ല ഇതുണ്ട്. ഒരു ഡാർക്ക് അല്ലേ, നല്ല ഡാർക്ക് ആയിരിക്കും. അത് കുറച്ചുകൂടി ഇതിനെങ്ങനെയാ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തരാം. ഈ ഒരു വണ്ടിക്കും കൂടി ചെയ്യുന്നുണ്ട് നമ്മള്. അൽഫോയും സ്വിഫ്റ്റും നമ്മളെ ചെക്കൻ്റെ വണ്ടി തന്നെയാ. അനിയത്തിട്ടുണ്ട്. ഒന്ന് കാണിച്ചു കൊടുക്കാം. ലാസ്റ്റ് ഫൈനലായിട്ടൊന്ന് ഏത് സാധനം വേണ്ടത് നോക്കാം. അതിനുള്ളിൽ നോക്കണം. ഏതാണ് ഫൈനലായിട്ടില്ല. കുറച്ചുകൂടി ഉള്ളിലേക്ക് അധികം കാണാൻ പാടില്ല, പക്ഷെ ഉള്ളിൽ കുറച്ച് പുറത്തേക്ക് നല്ല വ്യൂ കിട്ടണം. ആ ഒരു മൂടാണ്. തുറക്കാതെ ഷോപ്പ് തുറപ്പിച്ചേട്ടാ. ഇതിപ്പോൾ 20 ആണ്. നമ്മളങ്ങനെ 0.5 സെറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ അവിടെ പുള്ളി ഒട്ടിച്ചോണ്ട് അവിടെ ഒട്ടിക്കാനുള്ള പരിപാടി ആയിക്കൊണ്ടിരിക്കുക. അവിടെ ചായ കൊടുത്താ ഓവൻ ഫ്രെയിമാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒട്ടിക്കാനുള്ള പരിപാടി ആയിക്കൊണ്ടിരിക്കട്ടോ. ഫുൾ ഒട്ടിക്കാൻ വേണ്ടി ഏകദേശം 2 മണിക്കൂറാണ് പറഞ്ഞത്. ഓക്കെ, ഇതങ്ങനെ ഇവരിടുന്ന് ഒട്ടിക്കുമ്പോഴേക്ക് നമുക്കൊന്ന് പുറത്തൊക്കെ പറ്റില്ല. 1-2 ആവശ്യമുണ്ട്. അപ്പോൾ അതിവിടെ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചും കൂടെ ഇറങ്ങി ഏകദേശം 2 മണിക്കൂർ എടുക്കുന്ന പറഞ്ഞത് ഒട്ടിച്ച് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് തിരിച്ച് വന്നിട്ട് അൾട്രാൻ്റെ നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ സ്വിഫ്റ്റ് വെച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകട്ടോ. ഇവിടെ അടുത്ത് തന്നെ ഒരു വനിതാ ഹോട്ടലുണ്ട്, അങ്ങോട്ടേക്ക് നോക്കാം. പൊടിയാ എന്നാ പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് നാമുണ്ടാവും. ഇത് നമ്മൾ അൾട്ടോ എടുത്തിട്ട് അപ്പൊ നമ്മളിങ്ങനെ ഫുഡ് കഴിച്ചു, ചെറുതായിട്ട് തട്ടുകട ഫുഡ് കഴിച്ചു. ഇനിയിപ്പോ നമ്മള് ഇവനെന്തോ എന്താണ് എയർടെലിന്റെ ഓഫീസിലേക്ക് പോകണം, സിമ്മ് മാറ്റണം, സിമ്മ് ഈ സിമ്മിലേക്ക് മാറ്റണം. അപ്പൊ അതിനായിട്ട് പോയി കൊണ്ടോ. അപ്പൊ അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ നമ്മള് എയർടെലിന്റെ ഓഫീസിൽ പോയി, കാര്യം നടന്നില്ല, ചെലവ് 5000. ഇന്ന് എപ്പം ബ്ലോഗ് എടുക്കാൻ തുടങ്ങിയോ അന്നേരമല്ലോ എന്തെങ്കിലും ആയിട്ടൊരു ടെസ്റ്റ് ഉണ്ടാവും. ഉദ്ദേശിച്ച കാര്യം മാസം നടക്കൂല, ബാക്കിയെല്ലാം നടക്കും. എന്തോ നമുക്കെന്തോ ഒഴിഞ്ഞിട്ട പോലെയാണ്. ഇപ്പം എന്തോ ആയതിന് നമ്മളെ എന്താ പറയണ്ടേ പോളിങ് ഒട്ടിക്കാൻ പറ്റിയ സാധനങ്ങൾ സെറ്റായി. മൂപ്പര് അതില്ലാന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവില്ല. പിന്നെ നബിനായിന്ന് അപ്പോൾ എന്തായാലും വേറെ പരിപാടിക്ക് പറഞ്ഞ് അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് തിരിച്ച് വിട്ടു. അപ്പോൾ എനിക്കൊരു വെന്യൂ നോക്കാണ്ടായിരുന്നു വർക്കിൻ്റെ ആവശ്യത്തിന്. അതുള്ളതുകൊണ്ട് നമ്മൾ കണ്ണൂർ ടൗണിൽ തന്നെ ഉണ്ടായിരുന്നു. അത് താഴ്ച പോവാം. അപ്പോൾ പുള്ളി വിളിച്ചന്നേരം വിളിച്ചിട്ട് പറഞ്ഞാൽ എന്നാലും ഒട്ടിച്ചേരാ, നീ വന്നല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു ബന്ധത്തിൻ്റെ പേരിൽ പുള്ളി തിരിച്ചു വന്ന് ഒട്ടിച്ചു തന്നു. ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. എല്ലാം ഒരു ട്വിസ്റ്റ്. അപ്പൊ നമ്മള് തിരിച്ച് എങ്ങോട്ടേക്ക് പോയി, അങ്ങോട്ടേക്ക് തന്നെ വന്നു. ആയിട്ടുണ്ടാവില്ലോ. അപ്പൊ അനിയനും പിന്നെ അതുപോലെ തന്നെ ചക്കനും കൂടി ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ട് ക്യാപിറ്റൽ മാളിനടുത്ത്. നമ്മളെ വണ്ടി അവിടെ ഒട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങോട്ടേക്കും അടുത്ത ആയിട്ട് പോകണം. എന്നിട്ട് നമ്മളങ്ങനെ കാൽടെക്സ് എത്തി. പിള്ളേര് ഡ്രോപ്പ് എന്ന ഷോപ്പിലുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാട്ടോ. വണ്ടി ഇവിടെ ക്യാമറ പാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ ഡ്രോപ്പിലേക്ക് പോകാം. നമ്മളങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ കാറ് അവിടെ ആയെന്ന് പറഞ്ഞിട്ടോ. കോഴിനെ കുടിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടി എടുക്കാൻ പോകും. നമ്മളങ്ങനെ വണ്ടി എടുത്ത് എത്തിയിട്ടുണ്ട്. ഏകദേശം കംപ്ലീറ്റ് ഒപ്പിച്ച് കഴിഞ്ഞു. കംപ്ലീറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒന്ന് പെയിന്റും കൂടി അടിച്ചാൽ തെറ്റി. അതുകൊണ്ട് പണി ബാക്കിയുള്ളൂ. ഏകദേശം കംപ്ലീറ്റ് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ കൊള്ളാട്ടോ വണ്ടീൻ്റെ ആ ഒരു ഉണ്ടല്ല ബ്ലാക്കിലും കയറുമ്പോഴേക്കും തന്നെ അവർ ലുക്ക് കൂട്ടി എൻഹാൻസായി ഉള്ളത്. വെള്ള പിന്നീന്ന് പറിച്ചാലുണ്ട്. പക്ഷേ നോക്കാം, പെയിന്റ് അടിക്കുമ്പോൾ ഒരുമിച്ച് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ എന്തായാലും നല്ലതായിട്ടുണ്ട്. അങ്ങനെ നമ്മള് കൂളിങ് അടിച്ചു. ആഗ്രഹം തീർന്നിട്ട് ഫുള്ളിപ്പം ഫ്രണ്ടിൽ നിന്ന് ഭയങ്കര ലൈറ്റും ഉള്ളിൽ ഭയങ്കര ഇരുടുപോലെ 4 സൈഡ് ബാക്കിൽ നല്ല രസമായിട്ട് കാണാം. പക്ഷെ പുറത്തുനിന്ന് ഇപ്പം വണ്ടി നോക്കുമ്പോൾ ഒരു സെറ്റ് നല്ല ലുക്കിട്ടാണ്. ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും അല്ലേ? വെറുതെ അല്ല ഇങ്ങനെ വണ്ടിപ്പിരാന്തന്മാർ ഇങ്ങനെ മറ്റേ വണ്ടിയിലേക്ക് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. സെറ്റാണ് എന്തായാലും കൊള്ളാം. എന്തുകൊണ്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇല്ല, ക്ലാസ്സൊക്കെ കാണാം, കുഴപ്പമൊന്നുമില്ല.
ഗൈസ് കണ്ണൂർ സ്റ്റേഡിയം ഉള്ള ആൾക്കാരും കൊണ്ട് നിറഞ്ഞിട്ടാവും. ഓണത്തിന്റെ നല്ല ആവശ്യമുണ്ട്. ഉത്രാടാവുന്ന എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടാവും. പോരാതെ നബിദിനമാണ്. നബിദിനായതുകൊണ്ട് നല്ല അവരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടാവും. പക്ഷെ നല്ല തിരക്കാട്ടോ. വണ്ടി അങ്ങനെ വാഷ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ വന്നിട്ടുള്ളേ. നമ്മുടെ ഗ്ലാസിന്റെ ഒരു ബ്ലാക്ക്നെസ് ഉണ്ടോ സീനിലല്ലേ? കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നല്ല ഡാർക്കും നല്ല ബ്രൈറ്റ് ആകുന്നു. അപ്പോൾ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒട്ടിക്കണം. കൂളിംഗ് തന്നെ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് ഒട്ടിക്കേണ്ടി വരും. എന്നാലേ ഒരു വൃത്തി ഉണ്ടാവും. അതുള്ളൂ. നമ്മുടെ വണ്ടി ചെറുതായി. നമ്മളിപ്പം ചെക്കിക്കോളല്ല കേട്ടോ. ഇപ്പോഴത്തെ വണ്ടി കഴുകാൻ കയറിയിട്ടുള്ളേ. വണ്ടി കഴുകി കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു. നേരെ വീട്ടിലോട്ടേക്ക് കാണും. നമ്മുടെ വണ്ടി ഫുള്ള് വാഷ് ചെയ്തു. വെള്ളം വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം. അപ്പൊ നാളെ ഇനി നിങ്ങള് ഓണപ്പരിപാടി എന്തെല്ലാം? അപ്പോ ഓണം പരിപാടിയൊക്കെ പൊളിക്കുക, തകർക്കുക. ഈ ഒരു വീഡിയോ ഇന്നിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റേ ട്യൂൺ. വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.